പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടണോ? അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കണോ? അതോ വൺ സൈഡ് പ്രണയമാകണോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? എന്തിനാ പ്രയാസപ്പെടുന്നത്? നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത്? പടച്ചവനെ, അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പെടന്ന് പറഞ്ഞല്ലോ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബു ലീ. അല്ലാഹു നമ്മുടെ കണ്ണിന്റെ ഞരമ്പിനേക്കാൾ നമ്മുടെ കൂടെ അടുത്തിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടണോ? അല്ലാഹു നമ്മളെ സ്നേഹിക്കണോ? അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമയാകണോ? എന്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ ജീവിതത്തിൽ വേണ്ട ഗുണങ്ങൾ എന്താ? ആ മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട ഗുണങ്ങൾ എന്താ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഈ പറയുന്ന ഗുണങ്ങളെങ്ങാട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുകയാ. പെങ്ങളെ, ഭർത്താവല്ല സ്നേഹിക്കുന്നത്, മക്കളല്ല സ്നേഹിക്കുന്നത്, കൂടപ്പറപ്പല്ല സ്നേഹിക്കുന്നത്. ഇവിടെ ആര് സ്നേഹിച്ചാലും എന്തെങ്കിലും ഒരു നേട്ടമില്ലാതെ ഒരുത്തനും സ്നേഹിക്കില്ല. അതാണാകട്ടെ പെണ്ണാകട്ടെ, നമ്മൾ ആരെങ്കിലും സ്നേഹിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയോജനമില്ലാതെ ഒരു മനുഷ്യനും നമ്മളെ സ്നേഹിക്കില്ല. ഭർത്താവ് പറയുന്ന ഉസ്താദ്, എന്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല, എന്റെ മക്കൾക്ക് എന്നോട് സ്നേഹമില്ല. പെണ്ണുങ്ങൾ പറയുന്ന ഉസ്താദേ, ഭർത്താവിന് എന്നെ വേണ്ട, എന്നോട് വല്ലാത്ത വെറുപ്പാ. ഇതെന്ത് ജീവിതമാ ഉസ്താദേ? നിങ്ങളെ, നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. എന്നെ ആരാ സ്നേഹിക്കുന്നതെന്നറിയുമോ? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ വലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ഈ ലോകത്തിന്റെ അധിപനായ എന്റെയും നിന്റെയും റബ്ബുണ്ടല്ലോ. ആ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ് നിന്നെ സ്നേഹിക്കുകയാ. അല്ലാഹു നിന്നെ സ്നേഹിക്കുകയാ. ആ സ്നേഹമല്ലേ നമുക്ക് വേണ്ടത്? ആ സ്നേഹമല്ലേ നമുക്ക് വേണ്ടത്? ആ സ്നേഹം കിട്ടാനുള്ള വഴിയെന്താ? ആ സ്നേഹം കിട്ടാനുള്ള വഴി എന്താ? അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മൾ മാത്രം സ്നേഹിച്ചാ പോരാ. വൺ സൈഡ് പ്രണയമായിട്ട് ഇങ്ങനെ നടന്നാ പോരാ. ഞാൻ വഴുതിന് വരുന്നതിന് മുമ്പ് ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അവൻ പറഞ്ഞു, ഉസ്താദെ, എന്നെ ഒരു പെണ്ണ് തേച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞു, പോയാ പോകട്ടെ, അല്ലാഹുവിന് നല്ല ജീവിതം കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ആമീൻ, നല്ലൊരു ജീവിതം കൊടുക്കുമാറാകട്ടെ. എത്രയോ പേരുണ്ട് ജീവിതത്തിൽ തേപ്പ് കിട്ടിയവർ, ഒരുപാട് പേരുണ്ട്. അതൊക്കെ പോട്ടെ, അല്ലാഹു വിധിച്ചിട്ടില്ല, അങ്ങനെ പറയാ. പടച്ച റബ്ബ് നിനക്ക് വിധിച്ചിട്ടില്ല. അല്ലാഹു നിങ്ങൾക്ക് സാലിഹത്തായ ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ടു പോയ താത്താമാരെ അല്ലാഹു നിങ്ങളുടെ ഭർത്താക്കന്മാരെ നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അല്ലാഹു നമ്മളെ സ്നേഹിക്കണം. അല്ലാഹു സ്നേഹിക്കുന്ന കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. സ്നേഹിക്കണ്ടേ? പറ, സ്നേഹിക്കണോ വേണ്ടേ? പറ ചങ്ങാതിമാരെ, സ്നേഹിക്കണോ? അല്ല നമ്മളെ സ്നേഹിക്കണോ? അതോ ഭാര്യയും മക്കളും മാത്രം സ്നേഹിച്ചാൽ പോരല്ലോ? അല്ലാഹു നമ്മളെ സ്നേഹിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ട ഒന്നാമത്തെ ഗുണമെന്താ? അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹു നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, നമുക്ക് പഠിക്കാം. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ വിഭാഗമാരാ? അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ വിഭാഗമാരാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുന്തുന ഫല്ലൂ
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ മനുഷ്യൻ ആരെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഒരാൾ അല്ലാഹുവിനെ വല്ലാത്ത ഇഷ്ടമാണ്. അല്ലാഹു സ്നേഹിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അവനാരെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് അല്ലാഹു തന്നെ പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാരെന്നറിയുമോ? അല്ലാഹുവേ, അവന്റെ കാര്യങ്ങൾ മുഴുവനും അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നവരുണ്ടല്ലോ. അവന്റെ ജീവിതത്തിലെ പ്രയാസമാകട്ടെ, ദുഃഖമാകട്ടെ, ദുരിതമാകട്ടെ, വേദനയാകട്ടെ, കടമാകട്ടെ, രോഗമാകട്ടെ, മനസമാധാനമാകട്ടെ, അവന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും അവന്റെ കാര്യങ്ങൾ മുഴുവനും ആരെയാണ് ഏൽപ്പിക്കുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബിനോട്. തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവനുണ്ടല്ലോ. ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹ് അവനെ ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ആരാണോ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് അവനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തു പറയുന്നവനെ? ഉറക്കെ പറഞ്ഞങ്ങാതി, എന്തു പറയുന്നവനെ? എന്തു പറയുന്നവനെ? ഒന്ന് പറഞ്ഞ് തവക്കൽതു അലല്ലാഹ്. എന്താ ഈ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ? ചിലരുടെ വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽതു അലല്ലാഹ്, റൂമിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽതു അലല്ലാഹ്, ചില വണ്ടിയുടെ പേര് തന്നെ തവക്കൽതു അലല്ലാഹ്. എന്താ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ? നമ്മൾ മനസ്സിലാക്കണം എന്താണ് തവക്കൽതു അലല്ലാഹ്. പറയാറുണ്ട് ചിലര്, അതിന്റെ അർത്ഥം എന്താന്ന് പോലും ആ പാവത്തിന് അറിയില്ല. എന്തിനാണ് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത്? ഇത് പറയുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താ? ഇത് പറയാതിരുന്നാൽ ഉണ്ടാകുന്ന നഷ്ടമെന്താ? നമ്മൾ ആരും പഠിക്കാറില്ല, നമ്മൾ ആരും അത് മനസ്സിലാക്കാറില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയണമെന്ന് പറഞ്ഞതാരാ? അള്ളയാ പറഞ്ഞേ. എടാ, നീ തവക്കൽതു അലല്ലാഹ് എന്ന് പറയണമെന്ന് പറഞ്ഞതാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയിലെ ഉസ്താദന്മാര് പറഞ്ഞതല്ല. പിന്നെ ആരാ തവക്കൽതു അലല്ലാഹ് എന്ന് പറയണമെന്ന് പറഞ്ഞതെന്നറിയുമോ? ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബാ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബാ, നിങ്ങൾ ആരോടാണ് തവക്കൽതു അലല്ലാഹ് എന്ന് പറയേണ്ടത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത് വസബ്ബിഹു ബിഹംദിഹി വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറാ. നിങ്ങൾ ആരോടാണ് തവക്കൽതു അലല്ലാഹ് എന്ന് പറയേണ്ടത്? അല്ലാഹ് പറഞ്ഞു നിങ്ങൾ പറയണേ, നിങ്ങൾ തവക്കൽതു അലല്ലാഹ് എന്ന് നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ കാര്യങ്ങളിൽ നിങ്ങൾ പറയണം. അത് വീട് വെക്കാനിറങ്ങിയാൽ, കച്ചവടത്തിനിറങ്ങിയാൽ, പടച്ചവനെ ജോലിക്ക് പോയാൽ, കടയിലേക്ക് പോയാൽ, വാഹനത്തിൽ കയറിയാൽ, മക്കളെ സ്കൂളിൽ വിട്ടാലും, റോഡിലിറങ്ങിയാൽ, ഏത് കാര്യത്തിനും നിങ്ങൾ പറയണം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന്. വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് പറയണം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പറയണം, കിടന്നുറങ്ങുന്ന സമയത്ത് പറയണം. നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ കാര്യങ്ങളിലും നിങ്ങൾ തവക്കൽതു അലല്ലാഹ് പറയണം. ആരോടാണ് പറയേണ്ടതെന്നറിയുമോ? ഖുർആൻ പറയുകയാ, ആരോടാണ് പറയേണ്ടത്? വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്
മൗത്ത്. ഒരിക്കലും മരിക്കാത്ത റബ്ബിനോട്, ഒരിക്കലും മരണമില്ലാത്ത റബ്ബിനോട് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും തകരുമല്ലോ. ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും, ഏത് കൊട്ടാരത്തിന്റെ ഉള്ളറകളിൽ ഇരിക്കുന്നവനാണെങ്കിലും ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും ഒരു ദിവസം നശിക്കുമല്ലോ. ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. ഖുർആൻ എവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, സൂര്യൻ ഇങ്ങനെ താഴേക്ക് വീഴുകയാണ്, നക്ഷത്രങ്ങൾ മഴത്തുള്ളികൾ വീഴുന്നത് പോലെ തീമഴ പെയ്യുകയാണ്. പടച്ചവനെ, ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും തകർന്ന് തരിപ്പണമാവുകയാ. അവസാനം ഈ ലോകത്ത് അവശേഷിക്കുന്നത് രണ്ടുപേര്. ഈ ലോകത്ത് അവശേഷിക്കുന്നത് രണ്ടു പേരേ ഉള്ളൂ. ഒന്ന് മലക്കുൽ മൗത്ത് അസ്റായീൽ, പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹ്. അങ്ങനെ രണ്ടുപേര് മാത്രമാണ് അവശേഷിക്കുന്നത്. അല്ലാഹു ചോദിക്കുന്നു, അസ്റായീലേ, ഇനി ആരാ പോകേണ്ടത്? ഇനി ആരാ പോകേണ്ടത്? അല്ലാഹുവേ, ഞാനാണ് പടച്ചവനെ, ഞാനാണ് പടച്ചവനെ. അസ്റായീലും അങ്ങനെ മരിക്കുകയാ. അല്ലാഹു മാത്രമല്ലേ ഈ ദുനിയാവിലുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ മരണമില്ലാതെ ഇരിക്കുന്ന ഏക വ്യക്തി അല്ലാഹുവാ. അതുകൊണ്ട് നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത് ആ പടച്ച റബ്ബിനെയാണ്. ആ റബ്ബിന്റെ കയ്യിലാണ് നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത്. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. ഒരിക്കലും മരണം ബാധിക്കാത്തവനായ, എന്നും ജീവിച്ചിരിക്കുന്നവനായ പടച്ച റബ്ബിനെയാണ് നീ നിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത്. എന്നിട്ട് ഖുർആൻ പറയുകയാ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുതവക്കൽ. അതാ ഖുർആൻ എവിടെന്ന് പറയുകയാ, വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ഖുർആൻ മറ്റൊരു ഭാഗത്ത് പടച്ച റബ്ബിനെ പരമേൽപ്പിക്കുന്നതിനെ കുറിച്ച് പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് മറ്റൊരു ഭാഗത്ത് പറയുകയാ, വമൻ യതവക്കൽ അലല്ലാഹ് ഫഇന്നല്ലാഹ അസീസുൻ ഹകീം. പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പരച്ചവനോട് പരമേൽപ്പിക്കുന്നതിനെ കുറിച്ച് അവിടെന്ന് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുകയാ, ഖുൽ ഹസ്ബി അല്ലാഹ് അലൈഹി യതവക്കലിൽ മുതവക്കിലൂൻ. ഖുർആനിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ പടച്ച റബ്ബ് തവക്കൽതു അലല്ലാഹ് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ മാത്രമല്ല, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കൂ. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കൂ. എല്ലാ പ്രവാചകന്മാരും അല്ലാഹുവിലേക്ക് അവരുടെ കാര്യങ്ങൾ പരമേൽപ്പിച്ചവരാ. അതുകൊണ്ട് ഖുർആൻ നമ്മളോട് പറഞ്ഞു തരികയാ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ അല്ലാഹുവിനെ പരമേൽപ്പിക്കണേ. ജീവിതത്തിൽ തവക്കൽതു അലല്ലാഹ്, അത് വീട്ടിൽ എഴുതി വെക്കാറുള്ളതല്ല, അത് പടച്ചവനെ വാഹനത്തിൽ എഴുതി വെക്കാറുള്ളതല്ല, അത് നിന്റെ വാഹനത്തിന്റെ പേരാക്കാനുള്ളതല്ല, അത് പറയാറുള്ളതാ, അത് പറയാറുള്ളതാ. എപ്പോഴാണ് പറയേണ്ടതെന്നറിയുമോ? പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലമറിയുമോ? പറയാതിരുന്ന വരുന്ന നഷ്ടമെന്തെന്നറിയുമോ? നീ പറയുന്ന വാക്കിന്റെ അർത്ഥമെന്തെന്നറിയുമോ? അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പറയാറുണ്ട് തവക്കൽതു അലല്ലാഹ്. അല്ലാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് നമ്മുടെ നാവിന്റെ തുമ്പിൽ എപ്പോഴും വേണം. ഏത് കാര്യം പറയുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. വീട് വെക്കാൻ ഇറങ്ങാ തവക്കൽതു അലല്ലാഹ്, മക്കളെ കെട്ടിക്കാൻ ഇറങ്ങാ തവക്കൽതു അലല്ലാഹ്, കച്ചവടത്തിന് പോകുന്നു തവക്കൽതു അലല്ലാഹ്, ബിസിനസ് തുടങ്ങുന്നു തവക്കൽതു അലല്ലാഹ്, സ്കൂളിൽ പോകുന്നു തവക്കൽതു അലല്ലാഹ്, റോഡിൽ ഇറങ്ങുന്നു തവക്കൽതു അലല്ലാഹ്. എല്ലാ വിഷയത്തിലും തവക്കൽതു അലല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഇത് ചുമ്മാതിങ്ങനെ തവക്കൽതു അലല്ലാഹ് തവക്കൽതു അലല്ലാഹ് എന്ന് സ്റ്റിക്കർ ഒട്ടിക്കാനുള്ളതല്ല. ഇതൊരു മനുഷ്യൻ പറഞ്ഞാൽ ആ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താ?
ഇനിയെങ്കിലും പഠിച്ചു വെച്ചോ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഒന്നാമത്തെ പ്രതിഫലം, ആരാണോ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് അവനെ അള്ളാഹു ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണോ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് ആ മനുഷ്യനെ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, അവൻ അള്ളാഹു അവനെ വല്ലാതെ ഇഷ്ടപ്പെടുകയാ. അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുകയാ. അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരാൾ അള്ള ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിഴച്ചവനെ പിന്നെ അവന് രക്ഷപ്പെട്ടല്ലോ. അവന് യാതൊരു പേടിയും വേണ്ടല്ലോ, അവന് യാതൊരു പ്രയാസവും വേണ്ടല്ലോ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് അള്ള കയറി കഴിഞ്ഞാൽ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. പിന്നെ വല്ലാത്ത ഒരു ഈമാനാണ്, പിന്നെ വല്ലാത്ത ഒരു ധൈര്യമാണ്. പടച്ചവനെ അവന്റെ കയ്യും കണ്ണും കാലുമെല്ലാം അല്ലാഹു ആകുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിയുടെ ചരിത്രം അറിയുമോ? വിഗ്രഹങ്ങളെ തകർത്തതിന്റെ പേരിൽ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ അനുയായികൾ വന്ന് പിടിച്ചു കെട്ടുകയാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് പ്രവാചകനായിട്ടില്ല. പടച്ചവനെ അവിടെ നിന്ന് പിടിച്ചു കെട്ടുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാ. എന്നിട്ട് എല്ലാവരും കൂടെ തീരുമാനിച്ചു, ഇബ്രാഹിമിനൊരു വലിയ ശിക്ഷ കൊടുക്കണം, എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ കൊടുക്കണം. ഇബ്രാഹിം നബിക്ക് അവർ കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവേ, പ്രബോധനവുമായിട്ട് ഇബ്രാഹിം നബി ഇറങ്ങിയപ്പോ, വിഗ്രഹങ്ങളെ തകർത്ത് കളഞ്ഞപ്പോ, ഇബ്രാഹിം നബിയെ കൊല്ലുന്നതിന് വേണ്ടി അവർ തീരുമാനിച്ചത് എന്തെന്നറിയുമോ? ഒരു വലിയ ഒരു കുഴിയെടുക്കുകയാണ്, ഒരു ഭയാനകമായ ഒരു വലിയ കുഴിയെടുക്കുകയാണ്. എന്നിട്ട് ആ കുഴിക്കകത്ത് മുഴുവനും വിറകിട്ട് തീ നിറയ്ക്കുകയാ. ഒരു ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാകുകയാണ്, ഒരു ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാകുകയാണ്. അല്ലാ, ചരിത്രം പറയുകയാ, ഒരാൾക്ക് പോലും അതിന്റെ അടുത്തേക്ക് പോലും പോകാൻ കഴിയുന്നില്ല. ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും ആ തീയുടെ മുകളിലൂടെ പറന്നു പോകുമ്പോ ചൂട് സഹിക്കാൻ കഴിയാതെ കരിഞ്ഞു വീഴുകയാ. അത്രയും ഭയാനകമായ ഒരു തീക്കുണ്ടാരമുണ്ടാക്കി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇടാറ്. എന്നിട്ട് അതാ ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ കൈകാലുകൾ കെട്ടി എന്നിട്ടൊരു അമ്പ് തയ്യാറാക്കുകയാണ്. ആ തീയിലേക്ക് ഇബ്രാഹിം നബിയെ എയ്തിടാൻ ഒരമ്പും ബില്ലും തയ്യാറാക്കി ഇബ്രാഹിം നബിയെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. വലിച്ചിങ്ങനെ തീക്കുണ്ടാരത്തിലേക്ക് ഇടാൻ, അങ്ങനെ ഭയാനകമായ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി ഇബ്രാഹിം നബിയെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാ. അപ്പോഴാണ് വരുന്നത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ. മൂസ നബിയേ, ഒന്ന് അനുവാദം തരുമോ? ഞാൻ രക്ഷപ്പെടുത്താൻ നബിയേ, ഈ തീ ഞാൻ അണച്ചു കളയാൻ നബിയേ, ഞാൻ അങ്ങയെ സഹായിക്കട്ടെ. ആ സമയത്താണ് അല്ലാഹുവേ മൂസാ നബി പറയുന്ന, ജിബ്രീലേ, എനിക്ക് നിന്റെ സഹായം വേണ്ട, എനിക്ക് നിന്റെ സഹായം വേണ്ട. എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, എന്റെ നാഥനുണ്ടല്ലോ, ആ പടച്ച റബ്ബിനറിയാ എന്നെ രക്ഷപ്പെടുത്താൻ. എനിക്ക് നിന്റെ സഹായം വേണ്ട, എന്റെ കാര്യം നോക്കാൻ എന്റെ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനറിയാ എന്നെ രക്ഷപ്പെടുത്താ. പടച്ചവനെ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് അതാ ഉല്ലാസ യാത്രയ്ക്ക് പോയ ഇബ്രാഹിം നബിയുടെ ചരിത്രം ഖുർആൻ പറയുകയാ. ഖുൽയാ നാറുകൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അതാ ഇബ്രാഹിം നബി അവിടെ നിന്ന് പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്.
എന്റെ പ്രിയപ്പെട്ടവരെ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് കടന്നുപോയി. പടച്ചവനെ, അതാ മാസങ്ങൾ കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ, ശരീരത്തിലെ ഒരു രോമം പോലും കരയാതെ ഇബ്രാഹിം നബി ആ തീക്കുണ്ടാരത്തിൽ നിന്ന് ദിവസങ്ങൾ കഴിഞ്ഞ്, ആഴ്ചകൾ കഴിഞ്ഞു, അതിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നു എന്ന് ചരിത്രം പറയുമ്പോ, അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയാ. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാ പിന്നെ അങ്ങനാ. അള്ളാഹുവിനവനെ വല്ലാത്ത ഇഷ്ടമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ജീവിതത്തിൽ പ്രയാസം വരുമ്പോ, ജീവിതത്തിൽ ദുഃഖം വരുമ്പോ, കുത്തുവാക്കും പരിഹാസങ്ങളും അപവാദങ്ങളും ജീവിതത്തിൽ കേൾക്കുമ്പോ തകർന്നു പോകല്ലേ, പതറിപ്പോകല്ലേ. പഠിച്ചോ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ ദിക്ർ നിന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാ. ഈ ദിക്ർ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാ. സാമ്പത്തികമായി സർവ്വതും തകർന്നു, പടച്ചവനെ തൂങ്ങാനൊന്നു തോന്നുന്ന സമയമുണ്ടല്ലോ. ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ. ഒരുത്തനെ പ്രണയിച്ചിട്ട് അവസാനം തേച്ചിട്ട് പോകുമ്പോ ചാകാൻ തീരുമാനിക്കുന്ന പെണ്ണേ, ഭർത്താവ് തലാക്ക് ചൊല്ലിയിട്ട് പോകുമ്പോ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന പെണ്ണേ, നാട്ടുകാരും കുടുംബക്കാരും നീ ചെയ്യാത്ത തെറ്റിന്റെ പേരില് നിന്നെ എല്ലാവരും വേദനിപ്പിക്കുമ്പോ ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന പെങ്ങള്, നാട്ടുകാർ മുഴുവനും പരിഹസിക്കുമ്പോ അപവാദങ്ങളും പരിഹാസങ്ങളും കേട്ട് കേട്ട് മടുത്ത് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുമ്പോ വീടിനകത്ത് ഒളിവെടുത്തിട്ടും ഇരിക്കണം, വീടിനകത്ത് ഒളിവെടുത്തിട്ടും ഇരിക്കണം. എന്നിട്ട് 2 റക്അത്തൊന്ന് നമസ്കരിക്കണം. എന്നിട്ട് ആ നിസ്കരിച്ച മുസല്ലയിൽ ഇരുന്നിട്ട് ഒരു 3 പ്രാവശ്യം പറയണം, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദന വരുമ്പോ മോനെ നിസ്കാരപ്പായിലിരുന്നിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് ഇങ്ങനെ പറയണം, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. ഹൃദയം പൊട്ടുന്ന വേദനയുണ്ടായാൽ ആ ഹൃദയത്തിന്റെ മുകളിൽ കൈവച്ചിട്ട് പറയണം, ഹസ്ബുനല്ലാഹ്. എന്തേ പ്രതിഫലമെന്നറിയുമോ? ഇതാര് പറഞ്ഞതാണെന്നറിയുമോ? ഇബ്രാഹിം നബി നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് പോകുമ്പോ പറഞ്ഞ ദിക്റാ. അല്ലാഹു സഹായിച്ചതവിടെയാ, അല്ലാഹു സഹായിച്ചതവിടെയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് മഹദി ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീബിക്ക് നിന്നെ പോലെ 20, 25, 30, 35 വയസ്സില്ല. ആയിഷ ബീബി ചെറിയ പെണ്ണാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് സൗബാൻ എന്ന് പറയുന്ന ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. ആ സഹാബിയുമായിട്ട് ചേർത്ത് വെക്കുകയാണ്. സൗബാനും ആയിഷയും വ്യഭിചരിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയെ പോലും അവിടെ നിന്ന് വെറുതെ വിട്ടില്ല. പിന്നെയല്ലേ പള്ളിക്കരയിലെ പെണ്ണ്, നിന്നെ കുറിച്ച് നാട്ടുകാര് പറയുമ്പോ തകർന്നു പോകരുത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയും ചേർത്ത് വെച്ചിട്ട് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. ഭർത്താവ് മാത്രമല്ല, വീട്ടുകാര് മാത്രമല്ല, നാട്ടുകാര് മാത്രമല്ല, പടച്ചവനെ ഒരു നാട് മുഴുവനും അവിടെ നിന്ന് പറയുകയാ. എവിടെ നോക്കിയാലും ആയിഷ ബീവിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് കേട്ട് മടുക്കുകയാ. പ്രവാചകൻ എവിടെ പോയാൽ ആയിഷ ബീവിയെ കുറിച്ച് പറയുന്നതാണ് കേൾക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളൊന്നും മിണ്ടിയില്ല. വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, ആയിഷ. വീടിനകത്ത് തകർന്ന് കരന്നുകൊണ്ടിരിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്ക്.
നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കൂ. പടച്ചവനെ, ആയിഷാനെ അള്ളാന്റെ റസൂൽ ഇറക്കി വിട്ടതല്ല, സംശയമുള്ളത് കൊണ്ടല്ല. നിനക്ക് സമാധാനം കിട്ടാ വീട്ടിൽ പോയിരിക്കൂ, അള്ളാഹു തീരുമാനമെടുക്കട്ടെ. പടച്ചവനെ, ആയിഷാ ബീവിക്കെതിരായിരുന്ന തെളിവുകൾ മുഴുവനും ആയിഷയ്ക്ക് എതിരായിരുന്നു. എന്നാലും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, കുറച്ചു ദിവസം സമാധാനം കിട്ടാൻ നീ നിന്റെ വീട്ടിലേക്ക് പോ ആയിഷ. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പിതാവ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. വാപ്പാനെ കണ്ടപ്പോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നു. വാപ്പാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, ഞാൻ മുത്തുനബിയുടെ ഭാര്യയാണ്. ഞാൻ വ്യഭിചരിക്കുമോ? ഞാൻ എങ്ങനെ വ്യഭിചരിക്കുമെന്ന് എന്റെ ഉപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? അബൂബക്കർ തങ്ങൾ മിണ്ടിയില്ല. വീട്ടിലേക്ക് ചെല്ലുമ്പോ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നണ്ട് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, മക്കളുടെ കണ്ണ് നിറഞ്ഞ സഹിക്കാൻ കഴിയാത്ത ഉമ്മയുണ്ടല്ലോ. ആയിഷാ ബീവി ഓടിച്ചെന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന, ഉമ്മ, ഞാൻ നിരപരാധിയാ, ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഉമ്മ. ആയിഷയോട് ഉമ്മ പറയുന്ന, മോളെ ആയിഷ, തെളിവുകൾ മുഴുവനും നിനക്കെതിരാ. തകർന്നു പോയി ആയിഷ. ആ പെണ്ണുണ്ടല്ലോ, ആ ചെറിയ പ്രായക്കാരിയായ ആയിഷ ബീവി ഉണ്ടല്ലോ, വീടിനകത്തേക്ക് കേറി പെണ്ണേ, നരമ്പ് മുറിച്ചില്ല, തൂങ്ങാൻ തയ്യാറായില്ല, തോക്കാൻ തയ്യാറായില്ല. ഒരു നാട് മുഴുവനും തന്നെ തെറ്റുകാരിയാണെന്ന് മുദ്ര കുത്തിയപ്പോ ആയിഷ എന്ന് പറയുന്ന ചെറിയ പ്രായമുള്ള പെൺകുട്ടിയുണ്ടല്ലോ, വീടിനകത്ത് കയറി റൂമിനകത്തിരിക്കാൻ തുടങ്ങി. പടച്ചവനെ, ദിവസങ്ങൾ കടന്നുപോയി. ഓരോ ദിവസവും സുബഹിയുടെ നിസ്കാരം കഴിയുമ്പോ ആയിഷ ബീവി വീടിന്റെ വാതിലിൽ ഇങ്ങനെ നോക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് വരുന്നുണ്ടോ? മുത്തുനബി വരുന്നുണ്ടോ? ആഴ്ചകളോളം കഴിയുകയാണ്. അവസാനം ഒരു ദിവസം നോക്കുമ്പോ സുബഹി നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ, ഇറങ്ങി ഓടുകയാ. ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. പടച്ചവനെ, ഓടിച്ചെന്നിട്ട് മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചിട്ട് ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഖുർആനിൽ ആയത്തിറങ്ങിയോ നബിയേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങിയോ നബിയേ? ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹ് പറഞ്ഞു, ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹ് പറഞ്ഞു. റസൂലുള്ളാഹ് പറഞ്ഞു, ആയിഷ, ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായിട്ട് വന്നു. ആയിഷ കെട്ടിപ്പിടിക്കുകയാണ്, റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആയിഷ, എന്തേ ആയിഷ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി പറയുകയാ, എനിക്കുറപ്പായിരുന്നു നബിയേ, ജിബ്രീൽ വരുമെന്ന്, ഖുർആനിന്റെ ആയത്തിറങ്ങുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇത്ര ഉറപ്പിച്ചു പറഞ്ഞപ്പോ റസൂലുള്ളാഹ് ചോദിക്കുകയാ, എങ്ങനെയാ ജിബ്രീലിനെ വിളിച്ചിറക്കിയത്? 7 ആകാശം കടന്ന് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഖുർആനിന്റെ ആയത്തുമായി പടച്ച റബ്ബിന്റെ സഹായം നീ എങ്ങനെയാ നേടിയത്? എങ്ങനെയാണ് നീ നേടിയത്? യാ റസൂലല്ലാഹ്, ആയിഷ ബീവി പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ഈ വീടിനകത്തിരുന്നത്? എങ്ങനെയാ മോളെ ആയിഷ നീ ഇങ്ങനെ ക്ഷമിച്ചത്? നിന്നെ കൊണ്ട് എങ്ങനെയാ ഇത് ക്ഷമിക്കാൻ കഴിഞ്ഞത്? എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോ എങ്ങനെയാണ് നീ പിടിച്ചു നിന്നത്? ആ സമയത്താണ് ആയിഷ ബീവി പറയുന്നു, യാ റസൂലല്ലാഹ്, നിസ്കാരപ്പായിലിരുന്നിട്ട്
ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്റാണ് നബിയേ. നെഞ്ചു പൊട്ടുമ്പോ, കണ്ണ് നിറയുമ്പോ, സഹിക്കാൻ കഴിയാതെ വരുമ്പോ, കണ്ണിലൂടെ കണ്ണുനീരൊഴുകുമ്പോ ഞാൻ പറഞ്ഞത് എന്തെന്നറിയുമോ? ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, എനിക്കല്ല മതി, എനിക്കല്ല മതി. ആയിഷ ബീവി റളിയല്ലാഹു തആല നിസ്കാരപ്പായിലിരുന്നിട്ട് പറഞ്ഞത് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. പറഞ്ഞത് ഈ ദിക്റായിരുന്നു, പറഞ്ഞത് ഈ ദിക്റായിരുന്നു. അതുകൊണ്ട് പഠിച്ചു വെച്ചോ, ഒരാളുടെ ഹൃദയത്തിൽ അല്ല കേറി കഴിഞ്ഞാൽ, അല്ല ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ, എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാ പറയുന്ന മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലമെന്തെന്നറിയുമോ? അവനെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ. അതുകൊണ്ട് തവക്കൽതു അലല്ലാ എന്ന് പറഞ്ഞ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ല നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, പടച്ച റബ്ബ് നിന്റെ കൂടെയുണ്ടല്ലോ. എന്തിനാ മനുഷ്യ നീ എന്തിനാ പേടിക്കുന്നത്? അല്ല നിന്റെ കൂടെയുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പടച്ചവനെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നമ്മൾക്ക് അധികാരമില്ല, നമ്മൾക്ക് ആൾബലമില്ല, പടച്ചവനെ നമുക്കൊത്തൊരുമയില്ല, ഒന്നുമില്ലെങ്കിലും നീ എന്തിനാ പേടിക്കുന്നത്? അല്ല നിന്റെ കൂടെയുണ്ടല്ലോ. അല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, പടച്ച റബ്ബ് നിന്റെ കൂടെയുണ്ടല്ലോ. എന്തിനാ മനുഷ്യ നീ എന്തിനാ പേടിക്കുന്നത്? അല്ല നിന്റെ കൂടെയുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പടച്ചവനെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നമ്മൾക്ക് അധികാരമില്ല, നമ്മൾക്ക് ആൾബലമില്ല, പടച്ചവനെ നമുക്കൊത്തൊരുമയില്ല, ഒന്നുമില്ലെങ്കിലും നീ എന്തിനാ പേടിക്കുന്നത്? അല്ല നിന്റെ കൂടെയുണ്ടല്ലോ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, പടച്ച റബ്ബ് നിന്റെ കൂടെയുണ്ടല്ലോ. എന്തിനാ മനുഷ്യ നീ എന്തിനാ പേടിക്കുന്നത്? അല്ല നിന്റെ കൂടെയുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പടച്ചവനെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നമ്മൾക്ക് അധികാരമില്ല, നമ്മൾക്ക് ആൾബലമില്ല, പടച്ചവനെ നമുക്കൊത്തൊരുമയില്ല, ഒന്നുമില്ലെങ്കിലും നീ എന്തിനാ പേടിക്കുന്നത്? അല്ല നിന്റെ കൂടെയുണ്ടല്ലോ. അല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, പടച്ച റബ്ബ് നിന്റെ കൂടെയുണ്ടല്ലോ. എന്തിനാ മനുഷ്യ നീ എന്തിനാ പേടിക്കുന്നത്? അല്ല നിന്റെ കൂടെയുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പടച്ചവനെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നമ്മൾക്ക് അധികാരമില്ല, നമ്മൾക്ക് ആൾബലമില്ല, പടച്ചവനെ നമുക്കൊത്തൊരുമയില്ല, ഒന്നുമില്ലെങ്കിലും നീ എന്തിനാ പേടിക്കുന്നത്? അല്ല നിന്റെ കൂടെയുണ്ടല്ലോ.